ഇന്നത്തെ നമ്മുടെ വീഡിയോകൾ എല്ലാവർക്കും സാധനം. ഇനി നമുക്ക് കട്ടപ്പന യാത്ര പോകുന്ന നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ വരൂ. ഇത് കാനൽപ്പള്ളി പൊങ്ങുന്നതാണ്. ഇത് മൂന്നാലിലോട്ട് പോകുന്ന കാഴ്ചകളാണ് ഗൈസ്. അമ്മയ്ക്ക് ഇനി യാത്ര എടുത്തില്ല. അതുകൊണ്ട് ഇപ്പം കടയൊക്കെ തുറക്കുന്നേ ഉള്ളൂ ഗൈസ്, തുറക്കുന്നേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഈ വണ്ടി സ്റ്റിക്കർ വർക്ക് ചെയ്യാനുള്ള കടയിലോട്ട് കയറുവാണ് ഗൈസ്. നമ്മുടെ സൈദാക്സ് എന്ന് പറഞ്ഞൊരു കടയിൽ വന്നേക്കുവാണ് നമ്മുടെ വണ്ടി സ്റ്റിക്കർ. ഈ സ്ഥലം എന്തുവാ, ഈ സ്ഥലത്തിൻ്റെ പേര് കാഞ്ഞപ്പള്ളിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ചേട്ടാ ഇതെങ്ങനെയാ ചെയ്യുന്നേ? ഇതെങ്ങനെയാ ചെയ്യുന്നേ? നമ്മൾ സ്റ്റിക്കർ കട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് മെഷീനിൽ വെച്ച് നമ്മുടെ ലെറ്ററുകൾ കട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഗൈസ് നമ്മുടെ സൈദാക്സിൻ്റെ പണിയാണ്. എന്താ ഈ മിഷനാണത്? എന്താ ഗൈസ് മിഷനാണത്? ഇനി നമുക്ക് വണ്ടി സ്റ്റിക്കർ ചെയ്യുന്നത് കാണാം. ഗൈസ് നമ്മുടെ ഇത് ചേട്ടൻ കണ്ട മിഷീന് വെക്കുന്നു ഗൈസ്. കണ്ടോ ഈ മിഷനാണ്. ഇതിനകത്താണ് ആ പിങ്ക് കട്ട് ചെയ്ത് വരുന്നത് ഗൈസ്. പിങ്ക് കട്ട് ചെയ്ത് വരുന്നത് ഇതിനകത്താണ് ഗൈസ്. ഇതെല്ലാം പിങ്ക്, ഇതെല്ലാം ചേട്ടാ ഇത് എന്തോ ചെയ്യുവാ? നമ്മൾ കമ്പ്യൂട്ടറിൽ ലെറ്ററിൻ്റെ മോഡലുകൾ സെറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് ചെയ്യാനുള്ളത് ഇത് കണ്ടോ ചെയ്ത ചേട്ടൻ്റെ പണി. ഇത് കുറേ പണിയുണ്ട്. അല്ലേ നമുക്കത് നോക്കാം. വരൂ. കളറൊന്നും ചോദിക്കാം ഗൈസ്. വരൂ ചേട്ടാ, എത്ര കളറുണ്ട്? കളറോ? കളറ് 2, 3, 4 കളറൊക്കെ വരും. 2, 3 ഗൈസ്. 2, 3, 4 കളറുണ്ട് ഗൈസ്. ഗൈസ് ചേട്ടാ ഇത് എത്ര പണിയുണ്ട്? പണി കുറേ ഉണ്ട്. ഇത് കുറേ പണിയുണ്ട് ഗൈസ്, പണിയുണ്ട്. ആണ്ടേ ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, കട്ട് ചെയ്തുകൊണ്ട്. ഞങ്ങൾ എൻ്റെ വണ്ടി ഒട്ടിക്കാൻ വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് കാണാം. ആ കട്ടിങ് ചെയ്യാൻ ഈ മിഷനാണ് സഹായിക്കുന്നത്. കണ്ടോ ഈ മിഷനാണ് അത്. ഈ മിഷൻ എന്താ വെള്ളയും എടുക്കുന്നുണ്ട് ഗൈസ്. വെള്ളയും എടുക്കുന്നുണ്ട് ഗൈസ്. വെള്ളയും കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യം റെഡാണ് ചെയ്യുന്നത് ഗൈസ്. റെഡ് എന്താ സ്പെല്ലിങ് എടുത്തിട്ടുണ്ട് ഗൈസ്. സ്പെല്ലിങ് ഇത് ഇളക്കിയെടുക്കാനാണ് നമ്മളെ പണി. ഇളക്കിയെടുത്ത് ഒട്ടിക്കണം നമ്മൾ ഗൈസ്. ഇനി ഇളക്കിയെടുത്ത് ഒട്ടിക്കണം. അടുത്ത വെള്ളയാണ് ഗൈസ്. ഇതാണ് എൻ്റെ അടിയത്തി ചേട്ടാ. നമ്മൾ ഈ വൈറ്റിലോട്ട് ഈ റെഡ് സ്റ്റിക്കർ വെച്ചിട്ട് വൈറ്റ് ബോർഡറൊക്കെ ആക്കി എടുക്കും. അത് ഞാൻ ഒട്ടിക്കുമ്പോൾ കാണിക്കും കേട്ടോ. ചേട്ടൻ ഒട്ടിക്കുമ്പോൾ കാണിക്കാന്ന് പറഞ്ഞ് ഇത് രണ്ടും ഒരുമിപ്പിക്കാനാണ് ചേട്ടൻ്റെ പണി. ഇത് നല്ല കീറി എടുക്കുവാണ്. റെഡ് കീറി എടുക്കുന്ന പോലെ ഗായ്സ്. റെഡ് കീറി എടുക്കുന്ന പോലെ ഇതും കീറി എടുക്കുവാണ് ഗായ്സ്. ബോഡി പോലെ കീറി എടുക്കുവാണ് ഗായ്സ്. ബോഡി പോലെ. ഇതാണ് എൻ്റെ അടിയത്തി. നല്ല ഇവിടെ വന്നേക്കുവാണ് ഗായ്സ്. എൻ്റെ അടിയത്തി കണ്ടോ ഗായ്സ്. ഇതാണ് അടി ചേട്ടൻ. ഞാൻ നമ്മുടെ വണ്ടി സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയാണ് ഇത് മേടിക്കുന്നത്. കമ്പനിക്കും അതറിയണം. ഞാനത് പറഞ്ഞു കൊടുത്ത് ഇതൊന്ന് കാണാം. ഇരുന്നു ഇനി നമുക്ക്
നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ വൈറ്റ് നമ്മളത് കൊണ്ടുവെക്കും വണ്ടിയിൽ. എന്നിട്ട് രണ്ടാമത് റെഡ് എടുത്തുകൊണ്ട് വെക്കും. അപ്പോൾ വൈറ്റും റെഡും ബോർഡർ നമുക്ക് അങ്ങോട്ട് പോകാൻ വരൂ. ഒട്ടിക്കുവാണ്. ഇതിനകത്ത് അമ്മയുണ്ട് ഗായ്സ്. അമ്മ ആണ്ടേ ഇത് ഒട്ടിക്കുവാണ് ഗായ്സ്. ഒട്ടിക്കുവാണ് ചേട്ടാ. നാണ്ടാ ഈ വെള്ളക്കകത്ത് ഒട്ടിച്ചു കഴിഞ്ഞു ഗായ്സ്. ഒട്ടിച്ചു. നാണ്ട ഇത് ചെയ്യുവാണ് ഗായ്സ്. നാണ്ട രണ്ടെണ്ണം റെഡും വെള്ളം കൂടി ചേർത്ത് ഗായ്സ്. രണ്ടെണ്ണം. ഈ ചേട്ടൻ ഈ സൈഡിലോട്ട് ഒട്ടിക്കുന്നു ഗായ്സ്. അപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചോളെ ഇവിടെ ഒട്ടിക്കുന്നു ഗായ്സ്. ഒട്ടിക്കുന്നു. ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇളക്കി കൊടുത്തു ഗായ്സ്. ഇളക്കി. അടുത്ത ഇപ്പുറത്തെ സൈഡ് അല്ല ഗായ്സ്. ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുത്തു ഗായ്സ്. സ്റ്റിക്കർ ഇളക്കി കൊടുത്തു. മെഷീൻ്റെ കൺട്രോൾ ചെയ്യുന്ന താനോ ഒട്ടിച്ച് തീർന്നായിരുന്നോ? ഇല്ലല്ലോ. ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നോക്കിക്കൊണ്ട് ഗായ്സ് ഞാൻ ഇപ്പം പ്രിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെഡ് കണ്ടോ? പ്രിൻ്റ് ഔട്ട് കമ്പ്യൂട്ടറാണ്. എന്താ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതായിട്ട്. എന്താ ഇങ്ങനെ പുഴയൊക്കെ ഇട്ട് കൊടുക്കും മുറിക്കും ഗായ്സ്. ഞാൻ ഇത്ര എടുത്തു ഗായ്സ്. ഇത്ര എടുത്തു. എന്താ ഇച്ചിരിയും കൂടെ എടുത്തു ഗായ്സ്. ഇച്ചിരിയും കൂടെ. നമുക്ക് അങ്ങോട്ട് പോവാം. വരൂ വരൂ പെട്ടെന്ന് വരൂ. ഒട്ടിക്കുന്നു ഗായ്സ്. ഒട്ടിക്കുന്നു. ഉണ്ട് കുറ്റി ഒട്ടിക്കുന്നു ഗായ്സ്. ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. ഒട്ടിച്ചു കഴിഞ്ഞു ഗായ്സ്. അടുത്ത അപ്പുറത്ത് പോയി നോക്കാം. വരൂ ഗായ്സ്. വരൂ വരൂ. നല്ല ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചു ഗായ്സ്. ഒട്ടിച്ചു. വരൂ. എംബ്ലവും അതിൻ്റെ ലെറ്റേഴ്സും നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ ഗായ്സ്? യൂട്യൂബ് എംബ്ലവും എല്ലാം സെറ്റ് ചെയ്യുവാണ് ചേട്ടൻ.
സ്പെല്ലിംഗ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ചേട്ടൻ. അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് കാണാം. വരൂ. ചേട്ടൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചെയ്തുകൊണ്ട് അവിടെ ഈ സ്പെല്ലിംഗ് ആണിത് ഗൈസ്. സ്പെല്ലിംഗ് ഇത് യൂട്യൂബിൽ എപ്പോഴും ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. ഇവിടെ യൂട്യൂബിൽ എപ്പോഴും കൊടുത്തു ഗൈസ്. എംബ്ലം അതിൻ്റെ സ്പെല്ലിംഗ് കൊടുക്കുകയാണ് ഗൈസ്. ഇത് അടിക്കുവാണ്. ഇത് ഇളക്കി കൊടുക്കും ഗൈസ്. ഇളക്കി ഇനി എന്താ ചെയ്യുന്നത് നമുക്കൊന്നും കാണാൻ വരൂ. ചേട്ടാ ഏത് കളറാ കൊടുക്കുന്നത്? കുട്ടിക്കുറുമ്പൻ എന്നുള്ളത് ബ്ലൂ കൊടുക്കും. പിന്നെ അഭിനവ് എന്നുള്ളത് വൈറ്റ്. ഓക്കെ. കണ്ടോ കുട്ടിക്കുറുമ്പൻ എന്നുള്ളത് ബ്ലൂ, അഭിനവ് എന്നുള്ളത് വെള്ള. കണ്ടോ ഗൈസ്, ഞാൻ രണ്ടും കൂടെ ഒരുമിപ്പിച്ചതാണ് ഇത്. വൈറ്റ് ആണിത് ഗൈസ്. വൈറ്റ് അത് ഇളക്കി കഴിഞ്ഞു. ഇനി വണ്ടി ഒട്ടിക്കും നമ്മൾ. ഏതാണ്ട് ഈ മിഷൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അമ്മക്ക് ഇതൊന്ന് നോക്കാം. കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോണ്ടിരിക്കുകയാണ്. ഈ മിഷനാണ് ഇത്. കണ്ടോ ഇതിന്റെ സ്വിച്ചുകളൊക്കെ കണ്ടോ ഗൈസ്. സ്വിച്ചുകൾ ഈ മിഷനാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. മിഷൻ ഇതൊക്കെ ഇനി അത് കീറാൻ പോവാണ് ഗൈസ്. ഇതും അങ്ങനെ ചെയ്യാൻ പോവാണ് ഗൈസ്. അങ്ങനെ ചെയ്യാൻ പോവാണ്. ഇത് വൈറ്റ് ആണ് ഗൈസ്. വൈറ്റ് ഗൈസ്. കുട്ടിക്കുറുമ്പൻ എന്നുള്ള പേര് വണ്ടി ഇളക്കി ഒട്ടിക്കാൻ പോവാണ് ഈ ചേട്ടൻ. അങ്ങനെ ഇളക്കുന്നതൊന്ന് കാണാം ഗൈസ്. ഇതും കൂട്ട് ഒട്ടിക്കാൻ പോവാം. നമ്മുടെ വണ്ടി കളർഫുൾ എന്ന് വെച്ചാൽ കളർഫുൾ ആയിരിക്കും ഗൈസ്. കളർഫുൾ. ഇത് ഇളക്കി എടുക്കുവാണ് ചേട്ടൻ. സ്പെല്ലിംഗ് ആയിട്ട് ഇളക്കി എടുത്തോണ്ടിരിക്കുവാണ് ചേട്ടൻ. ഇത് ഇളക്കി എടുത്തോണ്ടിരിക്കുകയാണ്. ഇളക്കി എന്ന് വെച്ചാൽ ഇളക്കി എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇളക്കി ഈ സ്പെല്ലിംഗ് ഒക്കെ ഇളക്കി എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇളക്കി ഗൈസ്. ഈ സ്പെല്ലിംഗ് ക്ലാസ് ഒട്ടിച്ചായിരുന്നു. ക്ലാസ് ഒട്ടിച്ചായിരുന്നു ഗൈസ്. ക്ലാസ്സിൽ ഒട്ടിച്ചോണ്ട് ഇനി ചേട്ടൻ ഈ ഇളക്കി കൊടുക്കാൻ പോണ ഇളക്കി. എന്താ ഗാസ് കിടിലം. ഇനി എന്തുവാ നോക്കുന്നത് വരും കാണാം. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് അഷറഫ്. ചേട്ടാ നല്ല പണിയായിരുന്നു. ഇനി എല്ലാരും വരും ഇവിടെ. ഈ കടയുടെ പേരെന്തുവാ? സെയ്ത ആർട്സ്. കാഞ്ഞിരപ്പള്ളി. മോൻ്റെ പേരെന്നാ? അഭിനവ് വിജയൻ. ഓക്കെ. നല്ല ഗുഡ് നൈറ്റ്. ഓക്കെ. ഓക്കെ ബൈ.
തേയിലത്തോട്ടമാണ് കണ്ടോ. മണ്ട വരെ കൈതുണ്ട് ഗൈസ്. കൈത ആ വീടിന് അത് ഗൈസ്. അമ്മ അച്ഛനും ചായ കുടിക്കാൻ നിർത്തി. അമ്മ അച്ഛൻ ചായ കുടിക്കുന്നു, ഞാൻ ചായ കുടിക്കത്തില്ല ഗൈസ്. ഇവിടെ ഉഴുന്നോടെയുണ്ട്, പരിപ്പോടെയുണ്ട്. ഇതെനിക്ക് അറിഞ്ഞില്ല പേര്. ചേച്ചിയുടെ പേരെന്തുവാ? സീന ചേച്ചിയാണത്. ചേച്ചി എത്ര നാളായിട്ട് ഈ കട തുടങ്ങുന്ന? 5 വർഷത്തിലാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? മക്കളുടെ പേരെന്തുവാ? മക്കള് എത്തിലാ പഠിക്കുന്നത്? 8ലും. പിന്നെ ചേച്ചിയുടെ വീട് എവിടാ? മുളങ്കുന്ന്. എന്തൊക്കെയുണ്ട് വീട്ടില് വിശേഷം? ചേച്ചി ഇവിടുത്തെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കിടിലാണ്, സൂപ്പർ. ഇവിടെ വരുന്ന എല്ലാവരും ഈ കടയിൽ കയറുന്ന സീന ചേച്ചിയുടെ സൂപ്പറാണ്. വരി വരുന്ന എല്ലാവരും ഇവിടെ കയറണം. ഇത് മുണ്ടക്കായം 35ലാണ് ഈ ചേച്ചിയുടെ കട. ഈ വരി വരുന്നവരുടെ എല്ലാവരും ഈ കടയിൽ കയറണം. ഞങ്ങളിവിടെ കയറിയത് കഴിക്കാനാണ്, കഴിക്കാനും ചായ കുടിക്കാനുമാണ് ഗൈസ്. ഇനി ഞാൻ തിന്നതാ. ഓക്കെ ഗൈസ്, പോയൊക്കെ ചെയ്യല്ലോ. അവിടെ ചെല്ലുമ്പോൾ ഇത്ര ഭംഗി കാണത്തില്ല ഗൈസ്. ഇതൊക്കെ കണ്ടോ, മഞ്ഞൊക്കെ മൂടി കിടക്കുവാണ് ഗൈസ്. അതുകൊണ്ട് അവിടെ ഒരു കൊച്ചൊരു വെള്ളച്ചാട്ടം കണ്ടോ ഗൈസ്. കൊച്ചൊരു ഒഴുകുന്നു വെള്ളം ഗൈസ്, കൊച്ചായിട്ട് ഒഴുകുന്നു. പിന്നെ അത് റോഡിൽ നിന്ന് ഇറങ്ങി പോവാൻ നടുക്കൂടെ ഗൈസ്. ഇനി വേണ്ട, ഇവിടൊക്കെ മണ്ണൊക്കെ മൂടിക്കിടക്കുവാണ് ഗൈസ്. നോണ്ട് അവിടത്തെയാണ് മൂന്നാർ. ആ മലയൊക്കെ കടന്നു പോയി മൂന്നാർ കാണുന്നു ഗൈസ്. മൂന്നാർ എന്ന് വെച്ചാൽ മൂന്നാർ. അവിടെ ഒരു കൊച്ചു വീട് കണ്ടോ ഗൈസ്, കുഞ്ഞൊരു വീട് താരെ. അത് നോക്കൂ, എന്തൊരു വെള്ളം ഗൈസ്. നാണ്ട ഇവിടെ നോക്കുമ്പോൾ ഒരു വലിയ കാർ, കളിപ്പാട്ടക്കാർ പോലെ തോന്നുന്നു ഗൈസ്. കളിപ്പാട്ടക്കാർ പോലെ. ഇവിടൊക്കെ എന്തൊരു കിടിലോ ഗൈസ്. എവിടെയാണ് ഗൈസ്? മൂന്നാറാണത്. തേയിലത്തോട്ട തേയില ഗൈസ്, തേയില വെച്ച തേയില അവിടെ. ഓക്കെ ബൈ. അടുത്ത ഗൈസ് നാണ്ട ഇത് കട്ടപ്പനയിലോട്ട് പോകുന്ന കാഴ്ചകളാണ്. മണ്ടയിൽ വെള്ളം ഒഴുകിയിട്ടാണ് ഗൈസ്. മണ്ടയിൽ കട്ടപ്പനയിൽ വരുന്ന കാഴ്ചകളാണ് ഗൈസ്. ഇത് ആണ് ഈ വെള്ളം വരുന്ന കണ്ടോ ഗൈസ്. വെള്ളം വരുന്നത് അവിടുന്ന് ടീച്ചർ പറഞ്ഞെല്ലാം വരുവാണ് ഗൈസ്. വെള്ളം കണ്ടോ ഗൈസ്.
പോണ് വരൂ. കടയുടെ ഫോട്ടോ എടുക്കുക. 3 സൈക്കിൾ അപ്പൊ അവന് വേണം. ചേട്ടാ അവന് ഓർണം. ആർക്ക്? ആ 3 സൈക്കിള് എത്രയാ? 3 സൈക്കിളോ? വീട് പോയോ? ബ്രെഡും ജാമും. മലയാളം കറിവേപ്പില മലയിലെ കരിവേപ്പില വെച്ചിട്ടുണ്ട്. 2 എണ്ണം. മലയാളം ഒരു സകലം ചെറുത് മതിയോ? ഒരെണ്ണം മാത്രം ഇത് വേണ്ട. അപ്പോൾ 50, 30, 80, 85. 110. എന്നാ വേണ്ട ചോദിച്ചു? ഒരു മറ്റേ മല്ലിയല്ലേ? ഒരു ജാമും കൂടെ വേണ്ടേ? ഗായ്സ് നമുക്ക് തിരിച്ചു പോകാം. വരൂ. എന്റെ അമ്മച്ചി. ഇത് 2 എണ്ണം ഉണ്ട് ഗായ്സ്. 2 എണ്ണം. എന്റെ അനിയത്തിക്ക് ഒരെണ്ണം കൊടുക്കട്ടെ. ഇനി എനിക്ക് ഒരെണ്ണം എടുക്കട്ടെ. ഒരു ജാമ മേടിച്ചോളൂ. മണ്ണെടുക്കുന്നത് കണ്ടോ? JCB അതിന്റെ ടയർ നോക്ക് ഗായ്സ്. ടയർ എന്തൊക്കെയില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ഗായ്സ്. പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇവിടൊക്കെ വണ്ടിയെല്ലാം നിർത്തിയിട്ടേ ഗായ്സ്. നിർത്തിയിട്ടേ ഗായ്സ്. നമുക്ക് എത്ര നേരം കാത്തിരിക്കാം. വണ്ടികളൊക്കെ ഫ്രണ്ടിലാണ് ഗായ്സ്. പെതുക്കെ പോകണ വണ്ടികൾ കണ്ടോ? വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്ന ഗായ്സ്. ഇങ്ങോട്ട് നമ്മുടെ ടോർച്ച് ഇങ്ങോട്ട് വരും ഗായ്സ്. ഇങ്ങോട്ട് അടുത്ത ടോർച്ച് വരുവാണ് ഗായ്സ്. അടുത്ത ടോർച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. അടുത്ത വണ്ടികളെല്ലാം പോന്നുകൊണ്ടിരിക്കുന്നു ഗായ്സ്. വണ്ടികൾ നമ്മൾ നീക്കി കളയി.
എവിടെയെങ്കിലും കറങ്ങാൻ ആഗ്രഹമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോപ്പ് കട്ടപ്പനയിലാണ്. കാരണം ഞാൻ ആദ്യമേ നമ്മുടെ ഒരു വീഡിയോ പറയുണ്ടായി, നമ്മൾ ചെറിയ യൂട്യൂബ് ഫാമിലി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഹിറ്റാവുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്തു, ഞാൻ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുമ്പോൾ ഇവർക്കൊരാഗ്രഹം കൊച്ചിനൊരു കേരളം മുഴുവൻ കാണണമെന്ന്. അപ്പോൾ കട്ടപ്പനയിലെ ജോമൻ ചേട്ടൻ ഇടുക്കി ടൂറിസ്റ്റ് ജോമൻ ചേട്ടൻ കണ്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നമുക്ക് കുട്ടിക്കുറുമ്പൻ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം മാക്സിമം ഈ ചാനൽ കാണണം, ഇവരെ സബ്സ്ക്രൈബ് ചെയ്യണം. കേരളത്തിലെ അടുത്തത് ഈ ജൽ ബുള്ളറ്റ് പോലെ തരംഗമാകുമ്പോൾ ഒരു യാത്ര ഇതാ ഇവിടെ ഇവരെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏവർക്കും നമ്മുടെ ഈ കുട്ടിക്കുറുമ്പൻ സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോയിലേക്ക് വന്നത്. ഇതിൻ്റെ കൂടെ നമ്മുടെ പാവപ്പെട്ടവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്നത് ജോമോൻ ചേട്ടൻ്റെ വീഡിയോ കൂടെ എല്ലാം ചെയ്യാം. ജോമോൻ ചേട്ടൻ്റെ ചാനലിൻ്റെ പേര് ഇടുക്കി ടൂറിസ്റ്റ് ആയിരുന്നു. ജോമോൻ ചേട്ടൻ എനിക്ക് കട്ട സപ്പോർട്ടാണ് ഗായ്സ്. ഹലോ ഗായ്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കും കൂടെ എന്നെ അവൻ്റെ കൂടെ അടിക്കണേ ഗായ്സ്. അടുത്ത വീഡിയോ എന്നെ കാണും. ഓക്കെ, ബൈ.